ആയിരത്തൊന്ന് ഓണങ്ങൾ എന്നുള്ള ഐഡിയ ഞാൻ 2016 എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആ സബ്ജക്റ്റ്. അപ്പോൾ അത് കിട്ടിയ സമയത്ത് നമുക്കിത് നല്ലൊരു സിനിമയാവും, ഇത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ സിനിമ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇതൊരു പ്രശ്നമുണ്ടല്ലോ, ഇത് ഈ സ്പെയിനിൽ ഇറങ്ങിയ ഇന്നൊരു സിനിമയുടെ ഇതുമായിട്ട് സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുണ്ടാക്കിയൊരു കഥ ഇനിയൊരു കോപ്പി അടിച്ച പടം എന്നുള്ള രീതിയിൽ വരുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു. 18 ആയി, 19 കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കണ്ടൻറ്റുകളുള്ള സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ റഹ്മാനൊക്കെ എന്നോട് പറയാം, നീ മറ്റാളെ വാക്കായിട്ട് നിൻ്റെ പടം ചെയ്യാതിരിക്കേണ്ട. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തുള്ള ഏത് പടത്തിനായിട്ട് എന്തെങ്കിലും സാമ്യമൊക്കെ ആളുകൾക്ക് കണ്ടെത്താനും പറയാനുണ്ട്. പക്ഷേ നീ അത് ചെയ്യുമ്പോൾ അത് നിൻ്റെ സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൽ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, നീ ചെയ്യണില്ലെങ്കിൽ ഞങ്ങൾ ഈ പടം ചെയ്യൂട്ടാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കത് ഭയങ്കര മോട്ടിവേഷനായി. കാരണം ഞാൻ വേണ്ട എന്ന് വെക്കുന്ന ആ കണ്ടൻറ്റിന് ഇത്രയും ഒരു സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അവർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യാം എന്നുള്ളത്.